ഗൈസ്, നിങ്ങൾ ഇപ്പോഴും മോയ്സ്ചറൈസർ ഒന്നും യൂസ് ചെയ്യണില്ലേ? അതോ നല്ല മോയ്സ്ചറൈസർ ഒന്നും കിട്ടിയിട്ടില്ലേ? അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇപ്പോഴും പല ആളുകൾക്കുള്ള വിചാരമാണ് ഈ ഡ്രൈ സ്കിന്നുകാർക്കാണ് മോയ്സ്ചറൈസർ അത്യാവശ്യം. ബട്ട് അങ്ങനെയല്ല, ഓയിലി സ്കിന്നുകാർക്കും അടിപൊളിയായിട്ട് യൂസ് ചെയ്യേണ്ട, ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്റ്റെപ്പാണ് ഈ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്യാനും അതുപോലെ നല്ല സോഫ്റ്റ് ചെയ്ത് നല്ല ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഈ മോയ്സ്ചറൈസർ. ഞാൻ പണ്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഈ പോൺസിൻ്റെ ജെൽ മോയ്സ്ചറൈസറാണ്. ബട്ട് എനിക്കിതൊട്ടും വർക്കായില്ല. കാരണം എൻ്റെ ഫേസ് നന്നായിട്ട് ഡള്ളാക്കി, അതുപോലെ തന്നെ പിമ്പിൾസും ഫേസൊക്കെ നന്നായിട്ട് ഓയിലൊക്കെ ആക്കി. ബട്ട് പല ആളുകൾക്കും നല്ല രീതിയിൽ നല്ല വർക്കാവുന്നൊക്കെ ഞാൻ പറഞ്ഞ് പല റിവ്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട്. ബട്ട് എനിക്കിത് യൂസ്ഫുൾ ആയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടുപിടിച്ചൊരു മോയ്സ്ചറൈസറാണ് ഈ ആക്നി മോയ്സ്ചറിൻ്റെ ഈ മോയ്സ്ചറൈസർ. ഇത് ഓയിൽ സ്കിൻ ടൈപ്പിനും അതുപോലെ ആക്നി പ്രോൺ സ്കിന്നിനും അടിപൊളിയായിട്ടൊരു മോയ്സ്ചറൈസറാണ് ഇത് നമ്മുടെ ഫേസിന് അധികം പിമ്പിൾസ് ഒന്നും വരില്ല, അതുപോലെ ഒത്തിരി ഓയിലൊന്നും ആക്കില്ല. അതുപോലെ നല്ല ഹൈഡ്രേറ്റ് ചെയ്ത് സ്മൂത്ത് ചെയ്ത് റിപ്പയർ ചെയ്ത് നമ്മുടെ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ മോയ്സ്ചറൈസറിന് സാധിക്കും. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ജെൽ ബേസ്ഡ് ആണ്. കണ്ടത് ഇതുപോലെയാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിലൊക്കെ അബ്സോർബ് ചെയ്ത് പോകും ഈ മോയ്സ്ചറൈസർ. അധികം ഓയിലൊന്നും ആക്കാതെ നല്ല സ്മൂത്ത് നല്ല ഗ്ലോയി ആയിട്ട് നമ്മുടെ ഫേസിനെ വയ്ക്കും. അതുപോലെ ഇതൊരു ഫാർമസി പ്രോഡക്റ്റാണ്. ഇത് നോ കോമഡജനിക് പ്രോഡക്റ്റാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്തൊക്കെ അടിപൊളിയാണ്. ഇനി നിങ്ങളിതുപോലെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിവ്യൂ എന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.